അപ്പം എല്ലായിടത്തും മഴയല്ലേ ഗൈസ്. നമ്മുടെ നാട്ടിലും മഴ, നിങ്ങളുടെ നാട്ടിലും മഴ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കശുവണ്ടി ചുട്ടെടുക്കുവാണ്. അപ്പറ്റി കേട്ടോ. അപ്പം നമുക്ക് ചുട്ട് തന്നെ ഞാൻ 2-3 ഞാൻ പൊട്ടിച്ചെടുത്തു. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. എന്തിനാണെന്നറിയോ, എൻ്റെ കയ്യിൽ ചൊന പറ്റുമെന്ന് അമ്മ പറഞ്ഞു. അതെന്താണെന്നറിയോ, എനിക്ക് ഗ്ലൗസ് എടുത്തുകൊണ്ട് വന്നതാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഗ്ലൗസ് എടുത്തിട്ട് തല്ലി പൊട്ടിച്ചു. പക്ഷേ എല്ലാം പൊടിഞ്ഞു പോയിരുന്നു ഗൈസ്. പക്ഷെ ഇച്ചിരി നമുക്ക് കിട്ടിയിരുന്നു. അപ്പച്ചി ഇവിടെ കുറേ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കനം നിറയെ ഉണ്ട്. ഞാൻ പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ പൊട്ടിച്ചതെല്ലാം കുറച്ച് കിട്ടിയായിരുന്നു. പക്ഷെ പൊടിഞ്ഞു പോയിരുന്നു. എനിക്ക് ഒരെണ്ണം ലാസ്റ്റ് കിട്ടി. പക്ഷെ അമ്മ പൊട്ടിച്ചായിരുന്നു. അമ്മ പൊട്ടിച്ചത് ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല. പിന്നെ അമ്മ പൊട്ടിച്ചപ്പോൾ അമ്മയ്ക്ക് പൊടിഞ്ഞു പോയി. എനിക്ക് ഫുള്ളും കിട്ടി. ഞാൻ അങ്ങനെ കുറേ പൊട്ടിച്ചായിരുന്നു. എല്ലാം ഞാൻ കടിച്ചു നോക്കി. എന്താണെന്നറിയാം ഞാൻ അങ്ങനെ കഴിക്കുന്നത്. അവിടെ പുറത്ത് തൊലി ഉണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. എൻ്റെ വായിലൊന്ന് തട്ടിയപ്പോൾ അത് ഞാൻ പൊളിക്കാൻ കുറച്ച് പാടാൻ വേണ്ടി ഞാൻ ആ സൈഡ് ഭാഗം കഴിക്കുന്നതാണ്. ഇത്രയും ഞാൻ പൊട്ടിക്കാനുള്ളത്. അമ്മയ്ക്ക് അവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിൽ. എനിക്കത് ഇങ്ങനെ തെന്നി പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ പക്ഷേ ആക്കിയതെല്ലാം ഇതായിപ്പോയി. ഞാൻ നേരത്തെ ആണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. അതെടുത്ത് പൊട്ടിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി. അത് പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. സൂപ്പറായിട്ടായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഞാൻ കൊടുത്തു. അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് കഴിച്ചോ? ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ. പിന്നെയും ഞാൻ പൊട്ടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ. കുറേ പേരും കൂടെയാണ് പൊട്ടിച്ച് കഴിക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുന്ന പോലെ കാണിച്ചത്. എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ തന്നെ പൊട്ടിച്ചെടുത്ത്. ഇനി ഞാനത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ കഴിക്കട്ടെ. ബൈ.